ആദ്യമായിട്ട് നമുക്ക് ചിരി എന്താണെന്ന് ഒന്ന് മനസ്സിലാക്കണമല്ലോ. എങ്ങനെയാണ് ചിരി ഉണ്ടാകുന്നത്? ചിരി എവിടുന്നാ വരുന്നത്? ആലോചിച്ചിട്ടുണ്ടോ നിങ്ങൾ? എവിടുന്നാ ചിരി വരുന്നത്? എല്ലാവരും ചിരിക്കുന്നത്, പക്ഷെ ഇത് എവിടുന്ന്, എങ്ങനെ, എന്തുകൊണ്ട് ഉണ്ടാകുന്നു? അത് നമ്മളൊന്ന് അറിയണമല്ലോ. പ്രധാനമായിട്ടും ചിരി എന്ന് പറയുന്നത് സന്തോഷം, നമുക്കുണ്ടാകുന്ന സന്തോഷം, ആഹ്ലാദം, തമാശ, പ്രത്യേകതരം മാനസികമായിട്ടുള്ള സമ്മർദ്ദങ്ങൾ, അതുമല്ലെങ്കിൽ നമുക്കുണ്ടാകുന്ന ചില പരിഭ്രമങ്ങൾ എന്നിവയോടൊക്കെയുള്ള നമ്മുടെ സ്വാഭാവികമായ ഒരു പ്രതികരണത്തെയാണ് ചിരി എന്ന് സാമാന്യമായി പറയാം. ഇല്ലെങ്കിൽ ഈ പ്രതികരണം എന്ന് പറയുന്നത് തലച്ചോറിന്റെ പ്രേരണ കൊണ്ട് മുഖത്തിലെയും അതിൽ തന്നെ പ്രത്യേകിച്ചും വായിലെയും കണ്ണിലെയും അതിന്റെ ചുറ്റുമുള്ള പേശികൾ ചലിപ്പിച്ചിട്ട് ഉണ്ടാകുന്ന ഒരു വൈകാരികമായ പ്രകടനമാണ് ഈ ചിരി എന്ന് പറയുന്നത്. അത് എതിലൂടെയാണ് പ്രകടിപ്പിക്കുന്നത്? നമ്മുടെ മുഖമായിട്ട് ബന്ധപ്പെട്ട എല്ലാവരും ചിരിക്കുമ്പോൾ ആരും കയ്യിലും കാലിലും ഒന്നും നോക്കത്തില്ല, നെഞ്ചിലും തോളിലും ഒന്നും നോക്കുന്നത്. എല്ലാവരും അവരുടെ മുഖത്താണ് നോക്കുന്നത്. കാരണം എന്താ? ഈ ചിരിയുടെ പ്രകടനം ഉണ്ടാകുന്നത് മുഖത്താണ്. മുഖത്ത് തന്നെ എവിടാ? മുഖത്ത് കവിളില്, ചുണ്ടില്, കണ്ണില്, ഇതുപോലുള്ള ഭാഗത്താണ്. മൂക്കനങ്ങത്തില്ല. മൂക്ക് കുറയും വേറെ പോയി പണി നോക്കാൻ. ചില ആളുകൾ മസിൽ പിടിച്ചിരിക്കും എന്ന് പറഞ്ഞ പോലെ മൂക്ക് മസിൽ പിടിച്ചിരിക്കും. പക്ഷെ ഈ നമ്മുടെ ഈ കവിള് വലിയുന്നതനുസരിച്ച് മൂക്കിന് അനങ്ങാതിരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് മൂക്ക് മേളിലോട്ടോ താഴോട്ടോ ഒന്ന് ചലിക്കും. പക്ഷെ ചുണ്ട്, പല്ലിഞ്ഞ് പുറത്ത് ചാടും പലരുടെയും ചിരിക്കുമ്പോൾ, അല്ലേ? അട്ടഹാസ ചിരി പോലും വേറെ ആർക്കും ഒരു കുഴപ്പവും സൃഷ്ടിക്കുന്നില്ല. നേരെ മറിച്ച് വേറൊരു തരം ചിരിയുണ്ട്, പരിഹാസ ചിരി. അത് ഇച്ചിരി ക്രൂരമാണ്. എന്തുവാ? ഉദാഹരണമായിട്ട് ഒരു പെണ്ണ് ഒരു ഫംഗ്ഷൻ വരിക, നല്ലപോലെ ഒരുങ്ങാവുന്ന മാക്സിമം ഒരുങ്ങി, ലിപ്സ്റ്റിക് ഒക്കെ ഇട്ട്, ആഭരണങ്ങളൊക്കെ അണിഞ്ഞ്, തറയിൽ ഇടയ്ക്കുന്ന ഡ്രസ്സും ഒക്കെ ഇട്ട് ഇങ്ങനെ വരിക. അപ്പൊ ആ കുട്ടി വിചാരിക്കുന്നതോ, അല്ലെങ്കിൽ ആ പെണ്ണ് വിചാരിക്കുന്നതോ, അല്ലെങ്കിൽ ആ സ്ത്രീ വിചാരിക്കുന്നതോ, എന്നെ ആയിരിക്കും ഇപ്പൊ എല്ലാവരും ശ്രദ്ധിക്കുന്നത്. ചുമ്മാതാ. നമ്മൾ ഒരുങ്ങി പിടിച്ചൊക്കെ നമ്മൾ പോകുമ്പോൾ നമ്മൾ വിചാരിക്കും നമ്മളെല്ലാവരും ശ്രദ്ധിക്കും. അങ്ങനൊന്നും ആരെയും അങ്ങനെ കൂടുതൽ ശ്രദ്ധിക്കാറൊന്നുമില്ല. എല്ലാവരും ഫംഗ്ഷൻ വരുന്നു, എല്ലാവരെയൊക്കെ ശ്രദ്ധിക്കുന്നു, അത്രേ ഉള്ളൂ. പക്ഷെ ഈ ഒരുക്കം കൂടുതലാകുമ്പോൾ അവർക്ക് സ്വയം ഒരു ധാരണ വരും, എന്നെ എല്ലാവരും ശ്രദ്ധിക്കാൻ സാധ്യതയുണ്ട്, ഞാൻ പോകുമ്പോൾ എന്നെ ആയിരിക്കും എല്ലാവരും ശ്രദ്ധിക്കുന്നത്. കുറച്ചുപേര് ശ്രദ്ധിക്കുകയും ചെയ്യും. അങ്ങോട്ട് പോയ വഴിക്ക് അവിടെ ഒരു ചെറിയൊരു എന്തെങ്കിലും തെറ്റുന്ന ഒരു സാധനം കിടന്നു, അത് ചവിട്ടി മൂട് പിടിച്ചങ്ങ് വീട്. ആ വ്യക്തിയുടെ മാനസികാവസ്ഥ എന്ന് ആലോചിച്ച് നോക്ക്. എല്ലാവരും കണ്ടു, അന്നേരം എല്ലാവരും മറിച്ചിരിക്കും. അതെന്തുവാ? ആ വ്യക്തിയെ പരിഹസിച്ചിരിക്കുക. അല്ലെങ്കിൽ ഒരാൾ വീട് അയാളെ മൂടും തകർന്ന് നിൽക്കുമ്പോൾ ചിരിക്കേണ്ട ആവശ്യമുണ്ടോ? അപ്പൊ അത് പരിഹസിക്കുക. അത് കുറച്ച് ക്രൂരമായ ഒരു ചിരിയാണ്. അപ്പം ചിരിയിൽ ക്രൂരതയും ഉണ്ട്.